നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇന്നത്തെ വിഷയം പറയുന്നത് 2024 അത്തം നക്ഷത്ര ജാതകർക്ക് ഏപ്രിൽ മാസത്തിൽ വരുന്ന വിഷുഫലങ്ങൾ ഏതൊക്കെ രീതിയിൽ ജാതകനിൽ പ്രതിഫലിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. 2024 ഏപ്രിൽ മാസം, അതായത് കൊല്ലവർഷം 1119 മീനമാസം മുതൽ മേടം വരെ. ഈ സമയത്ത് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഗ്രഹസഞ്ചാരങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയുന്നുണ്ട്. ശനി മൂലക്ഷേത്രമായ കുംഭം രാശിയിൽ സഞ്ചാരം തുടരുന്ന ഒരു സമയവും, അത് ഏപ്രിൽ 6 മുതൽ ശനി ചതയത്തിൽ നിന്നും മുന്നോട്ട് നീങ്ങി പൂരുരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങും. വ്യാഴം മേടരാശിയിൽ ഭരണി നക്ഷത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏപ്രിൽ 17 വ്യാഴം കാർത്തിക നക്ഷത്രത്തിൽ പ്രവേശിക്കും. ഏപ്രിൽ 30 കഴിയുന്നതോടെ വ്യാഴത്തിൻ്റെ മേടം രാശിയിലെ വാർഷിക സഞ്ചാരം പൂർത്തിയാവുന്നതാണ്. മെയ് 1 വ്യാഴം ഇടവം രാശിയിൽ സംക്രമിക്കും. രാഹു മീനം രാശിയിൽ രേവതി 2-ാം പാദത്തിലും കേതു കന്നി രാശിയിൽ അത്തം 4-ാം പാദത്തിലും സഞ്ചരിക്കുകയാണ്. ഏപ്രിൽ 9 ബുധൻ മേടത്തിൽ നിന്നും വക്രഗതിയിലായി വീണ്ടും നീചരാശിയായ മീനത്തിലെത്തുന്നു. ഏപ്രിൽ ആദ്യവാരം മുതൽ അവസാന ആഴ്ച വരെ ബുധന് മൗഢ്യവും ഉണ്ടായിരിക്കും. മൗഢ്യമെന്ന് പറയുമ്പോൾ അതായത് ബുധൻ വക്രമൗഢ്യാവസ്ഥയിൽ ആകുന്നതായിരിക്കും. കൂടാതെ തന്നെ ശുക്രൻ മാർച്ച് 31 മുതൽ ഏപ്രിൽ 24 വരെ ശുക്രൻ്റെ തന്നെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുകയും ചൊവ്വ കുംഭത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഏപ്രിൽ 23 മീനത്തിലെത്തുന്നു. ചന്ദ്രൻ ഏപ്രിൽ മാസം 1 മൂലം നക്ഷത്രത്തിലുമായിരിക്കും. ഏപ്രിൽ 30 രാശി ചംക്രമണം ഒരു വട്ടം പൂർത്തിയാക്കി ഉത്രാടം നക്ഷത്രത്തിലെത്തും. ഏപ്രിൽ 1 കൃഷ്ണപക്ഷ സപ്തമിയാണ് തിഥി വരുന്നത്. മാസാന്ത്യം കൃഷ്ണപക്ഷ ഷഷ്ടി തിഥി വരുന്നു. ഏപ്രിൽ 8 അമാവാസിയും ഏപ്രിൽ 23 പൗർണമിയുമായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അത്തം നക്ഷത്രത്തിൽ വരുന്ന ഫലങ്ങളെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തികമായി നേട്ടങ്ങൾ വന്നു ചേരാനുള്ള വഴിയുണ്ടാകും. നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നൊരു സമയമായിരിക്കും ഇപ്പോൾ. ഊഹക്കച്ചവടം വഴിയുണ്ടാകുന്ന കാര്യങ്ങളിൽ മുതലായ കാര്യങ്ങളിൽ ആദായമുണ്ടാകാനും സാധ്യതയുണ്ട്. പണയ വസ്തുക്കളൊക്കെ തിരിച്ചെടുക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിൽ പണയമായിട്ട് പോയിട്ടുള്ള വസ്തുക്കളൊക്കെ, ഭൂമി അല്ലെങ്കിൽ ധനം, ആഭരണം എന്നിവ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് സഹായകമാകുന്ന ചില കോഴ്സുകളിൽ ചേരാൻ സാധിക്കും. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ഉള്ള പാഠ്യപദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത്. സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കുന്നത് മൂലം വളരെ വിഷമം പിടിച്ച ദൗത്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയുന്നതാണ് ഈ സമയം അത്തം ജാതകർക്ക്. കന്നിക്കൂറിൻ്റെ ഭാഗ്യാധിപനായ ശുക്രൻ ഉച്ചരാശിയിൽ തുടരുന്നതിനുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായേക്കും. അഭിമാന നേട്ടങ്ങൾ അനായാസമായി സിദ്ധിക്കുന്നതുമായിരിക്കും. രാഹുവും ആദിത്യനും 7-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അതുവഴി കുറച്ച് ദുഃഖങ്ങളും ക്ലേശങ്ങളുമൊക്കെ ഉണ്ടാവും. പൊതുപ്രവർത്തകർ ജനകീയ വിചാരണകളെ നേരിടേണ്ടതായി വരും. ചില കാര്യങ്ങൾക്കൊക്കെ പൊതുപ്രവർത്തന മേഖലയിൽ നിന്ന് ഉത്തരം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. കുറച്ച് ദോഷമായിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും അതിൽ സംഭവിക്കുന്നത്.
കൂടാതെ തന്നെ അത്തം നക്ഷത്രക്കാർക്ക് ആ രാഹു ആദിത്യൻ്റെ സഞ്ചാരത്തിൽ കുടുംബജീവിതത്തിൽ സുഖക്കുറവുണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം എന്നിവയിൽ സുഖക്കുറവ്, സ്വരച്ചേർച്ച എന്നീ കാര്യങ്ങൾ വന്ന് ഭവിക്കാം. യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാതെ ഭാവനാ ലോകത്ത് മുഴുകുന്നതായിരിക്കും. സ്വപ്നം കണ്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെ ഒരു സ്വപ്നലോകത്തെന്ന പോലെ ജീവിച്ചു പോകും. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാവില്ല. സ്വപ്നമാണ് വലുത്, അല്ലെങ്കിൽ ആ ചിന്തിച്ച് കൂട്ടുന്ന കാര്യം അതാണ് വലുതെന്നുള്ള രീതിയിൽ മുന്നോട്ട് ജീവിച്ച് പോകേണ്ട ഒരവസ്ഥയും കൂടെ ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും. കൂടാതെ തന്നെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട്, തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് അതിന് വേണ്ടി ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. കുറച്ച് യാത്രാ ക്ലേശവും ഇതിൽ അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കും. വിദഗ്ധമായിട്ടുള്ള ചികിത്സകളാലും ഭക്ഷണ ക്രമീകരണങ്ങളാലുമൊക്കെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഭക്ഷണ കാര്യത്തിലും ചികിത്സയിലും ശ്രദ്ധയുണ്ടാവണം എന്നുള്ളതാണ്. സാമ്പത്തിക വരുമാനത്തിൽ കുറവ് തോന്നുന്നതിനാൽ ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. നമുക്ക് ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്തു പോകുമ്പോൾ സാമ്പത്തികമായി നമ്മളുടെ കയ്യിലുള്ളത് കുറഞ്ഞ് വരുന്നതായിട്ടുള്ളൊരു തോന്നലുണ്ടാവും. ആ രീതിയിൽ വരുമ്പോൾ തന്നെ നമ്മളുടെ ധനവ്യയം അല്ലെങ്കിൽ ചിലവുകൾ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സിനകത്തൊരു തയ്യാറെടുപ്പുണ്ടാവും. തൃപ്തികരമായിട്ടുള്ള രീതിയിലുള്ള ഗൃഹം വാങ്ങി താമസിക്കുവാനുള്ള ഒരവസരം ഉണ്ടാവും ഈ സമയത്ത്. പരിശ്രമങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും കുറച്ച് അനുഭവഫലം കുറയുന്ന സമയമാണ്. യാത്രാവേളയിൽ പണവും വിലപ്പെട്ട രേഖകളുമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിന് സ്വസ്ഥത കുറയുന്ന ഒരു സമയമാണ്. മനസ്സമാധാനം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് എന്നുകൂടെ പറയാം. കൂടാതെ തന്നെ പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട് പ്രണയബന്ധത്തിന് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ തന്നെ അങ്ങനെയുള്ള ബന്ധങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കളിൽ നിന്നുള്ള അനുമതി ലഭിക്കും എന്നുള്ളതാണ്. സേവന സാമർഥ്യത്തിൽ അധികൃതരുടെ പ്രീതി നേടുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് അനാവശ്യമായ ചിലവൊക്കെ വർദ്ധിക്കുമെങ്കിലും ഈശ്വരപ്രാർത്ഥനകളാൽ പരീക്ഷകൾ അനുകൂലമായിരിക്കും എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. ഗൃഹനിർമ്മാണത്തിലിരിക്കുന്നവർക്ക് നിർമ്മാണം തുടങ്ങാൻ ആവശ്യം, അതായത് ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നവർക്കും ഈ സമയം നല്ലൊരു സമയം തന്നെ ആയിരിക്കും. ഏറ്റെടുത്ത ജോലികളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും കൃഷിപരമായ കാര്യങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാവുകയും മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയുമൊക്കെ ഈ അവസരത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, സാധ്യമാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് അത്തം നക്ഷത്ര ജാതകരുടെ വിഷുഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും, എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.